നമസ്കാരം. ഇപ്പോഴിതാ ഒരു വാർത്ത വരുന്നുണ്ട്. അതായത് കണ്ണൂരിലെ പയ്യാമ്പലത്ത് CPM നേതാക്കളുടെ സ്മൃതി കുടീരത്തിൽ എന്തോ ഒരു തരത്തിലുള്ള ദ്രാവകം ഒഴിച്ച് വികൃതമാക്കി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ സ്മൃതി കുടീരത്തിൽ വച്ചിരുന്ന ഫോട്ടോയ്ക്ക് പുറത്ത് ഈ ദ്രാവകം ഒഴിച്ചിട്ടുണ്ട്. ഈ ദ്രാവകം എന്താണ് ഏതാണെന്ന് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അതിന്റെ പരിശോധന ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അത്തരമാത്രം വിവരങ്ങളാണ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ EK നായനാരുടെയും ചടയം ഗോവിന്ദിന്റെയും O ഭരതന്റെയും ഈ സ്മൃതി കുടീരങ്ങളിലും ഇത്തരത്തിൽ ഈ എന്തോ രാസ പദാർത്ഥം ഒഴിച്ച് വികൃതമാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. CPMന്റെ ഒരു കോട്ടയാണ് പയ്യാമ്പലം എന്ന് പറയുന്നത്. അവിടെ ഒരു ഈച്ച പോലും CPM നേതാക്കൾ അറിയാതെ പറക്കാറില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള സ്ഥലത്ത് CPMന്റെ സ്മൃതി കുടീരങ്ങൾ ഇങ്ങനെ വികൃതമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നത് എങ്ങനെയാണ്? ചോദ്യം നമുക്ക് വല്ലാതെ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് ഇങ്ങനെ കാലത്താണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ പോസ്റ്ററുകൾ വലിച്ചേറുക, പോസ്റ്ററുകൾ കുത്തിക്കീറുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ മുമ്പും നടക്കാറുണ്ട്. അത്തരം കലാപരിപാടികളെല്ലാം നേരത്തെ നടത്തിക്കൊണ്ടിരുന്നത് CPMകാരാണ്. രാത്രിയുടെ മറവിൽ അവർ എതിർ സ്ഥാനാർത്ഥികളുടെ ബോർഡ് എടുത്ത് മാറ്റുക, ചുവരെഴുതിയിരിക്കുന്നിടത്ത് കരി ഓയിൽ കൊണ്ടൊഴിക്കുക, ഇത്തരത്തിലുള്ള കലാപരിപാടികൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ CPM നടത്തിയിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ സ്മൃതി കുടീരങ്ങളെ ആരും ഒന്നും തൊടാറില്ലായിരുന്നു, ചെയ്യില്ലായിരുന്നു. അത് നമ്മുടെ നാട്ടില് നമ്മൾ വളരെ ഈ ആംബുലൻസ് വരുമ്പോൾ നമ്മൾ വാഹനം ഒഴിച്ചു കൊടുക്കും എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒരു സംസ്കാരമായിരുന്നു. ആംബുലൻസിൽ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വാഹനം എവിടെ എത്ര അത്യാവശ്യമാണ് നമ്മൾ പോകുന്നതാണെങ്കിൽ പെട്ടെന്ന് നമ്മളൊന്ന് സ്പീഡ് കുറയ്ക്കും, ഒന്ന് സൈഡിലോട്ട് മാറിക്കൊടുക്കും. അത് നമ്മുടെ ഒരു സംസ്കാരമാണ്. അതുപോലെയാണ് ഈ സ്മൃതി കുടീരങ്ങളിൽ ഏത് പാർട്ടിയുടെ ആയിരുന്നാലും അതിനെ ബഹുമാനിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പയ്യാമ്പലത്ത് CPMന്റെ നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളെ ഇങ്ങനെ വികൃതമാക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്? ഈ വാർത്തയുടെ തലക്കെട്ട് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തലച്ചോറിലേക്ക് ഓടി വന്നത് സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ച കാര്യങ്ങളാണ്. സോവിയറ്റ് യൂണിയനിൽ അവർ 10-70 വർഷം ഭരണം നടത്തി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം നടത്തി. അതിനുശേഷം ആ സോവിയറ്റ് യൂണിയനിലെ ജനങ്ങൾ അവിടെ പല സ്ഥലത്തും സ്ഥാപിച്ചിരുന്ന സ്റ്റാലിന്റെയും ലെനിന്റെയും അതുപോലുള്ള നേതാക്കന്മാരുടെയും പ്രതിമകൾ വലിയ വടം കൊണ്ട് കെട്ടി വലിച്ച് കുത്തി ചുറ്റികല്ലും അതുപോലെ പിക്കാസും കൊണ്ട് കുത്തി ഇളക്കി തള്ളിയിട്ടിട്ട് അതിന്റെ പുറത്ത് കയറി ചവിട്ടി തൊഴിക്കുകയും മലമൂത്ര വിസർജനം ചെയ്യുകയും ചെയ്ത കാഴ്ചകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. സത്യത്തിൽ അന്ന് വളരെയധികം അന്തം വിട്ടുപോയ ഞാൻ ഒരുപക്ഷെ ഒരു പുനർചിന്തനം തുടങ്ങി, എന്തുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പുനർചിന്തനം തോന്നിപ്പോയ കാലമെന്നാണ്. അന്ന് എനിക്ക് അങ്ങനെ ചെയ്ത അക്രമികൾ ആണെന്നും ഇവിടെ ചില ആൾക്കാർ പറയുമ്പോൾ അവർ അക്രമികളാണെന്നും അവർ മനഃപൂർവ്വം ചെയ്തതാണെന്നൊക്കെ ഇവിടെ പറയുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. എന്തുകൊണ്ട് ജനം ചെയ്തു? 70 വർഷം തേനും പാലും മുഴക്കുന്ന നാടാണ് സോവിയറ്റ് യൂണിയൻ എന്നാണ് നമ്മളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരുന്നത്. ആ സോവിയറ്റ് യൂണിയനിലെ ജനങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ ലെനിന്റെ പോലും, സ്റ്റാലിന്റെ പോട്ടെ, സ്റ്റാലിനെ കുറിച്ച് നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. അയാൾ ക്രൂരനാണെന്നും 10,000-കണക്കിന് ആൾക്കാരെ കൊന്നിട്ടുള്ളവനാണെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷെ ലെനിൻ ഒരു വല്ലാത്ത വികാരമായി ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും അല്ലെങ്കിൽ പുരോഗമനവാദികളുടെ മനസ്സിൽ ലെനിനെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? അവിടെയാണ് ഞാൻ വീണ്ടും ചിന്തിച്ചു തുടങ്ങിയത്. ഈ പ്രസ്ഥാനത്തിന് എവിടെയാണ് തകരാറ്? എന്താണ് സംഭവിച്ചത്? കുട്ടിക്കാലത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില സംശയങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെ, ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ വലിയ നേതാക്കന്മാർ ക്യാമ്പുകളിൽ വന്നിട്ട് ചില സോവിയറ്റ് യൂണിയനിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ വാദോരാതെ പറയുമ്പോൾ ഞാൻ ചില സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. ആ സംശയങ്ങൾക്ക് അവരാരും മറുപടി പറഞ്ഞിട്ടുമില്ല. അങ്ങനെ കൂടുതൽ വീണ്ടും ചോദിക്കുമ്പോൾ, നീ അവിടെ മര്യാദ ഇടറേ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് നേതാവ് പറഞ്ഞിട്ട് എന്നെ വായടപ്പിക്കുമായിരുന്നു. അതേ സംശയങ്ങൾ എനിക്ക് ഈ ലെനിന്റെ ശവകുടീരങ്ങൾ, ലെനിന്റെ പ്രതിമകൾ അടിച്ചു തകർത്ത് തള്ളിയിട്ട് അതിന്റെ മുകളിൽ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ആ സംശയം വീണ്ടും ബലപ്പെട്ടു. അങ്ങനെയാണ് എന്നിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയെന്ന് ഞാൻ പറയാം. പോട്ടെ, അത് എൻ്റെ കാര്യം പറയാനല്ല ഞാൻ ഇവിടെ വന്നത്. എന്തായാലും പയ്യാമ്പലത്ത്
ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്തുകൊണ്ടാണെന്ന് അവരന്വേഷിക്കുമെന്നും ഇപ്പോൾ CPM-ന്റെ മുതിർന്ന നേതാക്കൾ അവിടെ വന്നിട്ട് ഏതെല്ലാം സ്ഥലം സന്ദർശിച്ചിട്ട് PK ശ്രീമതി ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് പറഞ്ഞിരിക്കുന്നു. അത് അന്വേഷിക്കണം, ഗൂഢാലോചനയുണ്ട് ഇതിന്റെ പിന്നിൽ, അതുകൊണ്ട് അന്വേഷിക്കണമെന്ന് പറയുന്നു. എന്തായാലും ഗവൺമെന്റും അധികാരങ്ങളും പവറും എല്ലാം CPM-ന്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഈ സോവിയറ്റ് യൂണിയനിലെ വികാരം തന്നെയാണോ പയ്യാമ്പലത്തും സംഭവിച്ചത്, അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ ഇതിന് പിന്നിൽ? സ്വന്തം പാർട്ടിക്കകത്തുനിന്ന് തന്നെ ചില പ്രതിഷേധങ്ങൾ പലയിടത്തും ഉണ്ടാവുന്നുണ്ട്. പാർട്ടി സെക്രട്ടേറിയറ്റിൽ പോലും നേതാക്കന്മാർ തമ്മിലടിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിനെ കൂടുതൽ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിൽ തെളിയട്ടെ.